വെൽക്കം ബാക്ക് ടു കെരു ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്ന കവിത തിയേറ്ററിലാണ്. ലാലേട്ടൻ്റെ പഴയ സിനിമയായ രാവണപ്രഭു കാണാൻ 4K റീമാസ്റ്റേർഡ് കാണാൻ 5:30 ഷോ. രാവണപ്രഭു 4K റീമാസ്റ്റേർഡ്. അങ്ങനെ 24 വർഷങ്ങൾക്ക് ശേഷം രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ദേവാസുരം എന്ന സിനിമയുടെ 2ാം ഭാഗം രാവണപ്രഭു ഇന്ന് വീണ്ടും റിലീസായിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ സ്പെഷ്യൽ ഷോ ഇന്നലെ 6:30 മണിക്ക് കവിതയിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇന്നാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സ്പീരിയൻസ് അത് ഇത്രയും നാളായിട്ട് ഞാൻ ഇത് ഫസ്റ്റായിട്ട് ടി വിയിലിരുന്നാണ് ഞാൻ ഈ സിനിമകൾ കണ്ടിട്ടുള്ളത്. ഈ രാവണപ്രഭു എന്ന സിനിമ, ഈ പഴയ സിനിമകൾ, പ്രത്യേകിച്ച് ഈ സിനിമ റിലീസായ സമയത്ത് ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഇത് ജനിച്ച 2001 ഈ പടം റിലീസായത് 2001 എങ്ങാണ്ടായിരുന്നു. ഞാൻ 2003 എങ്ങാണ്ടാണ് ജനിച്ചത്. അപ്പോൾ എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സകല കുറവ് ഞാൻ ഇന്ന് മാറ്റി എന്ന് പറയാം. സത്യം പറഞ്ഞിട്ട് ടി വിയിൽ കണ്ടപ്പോൾ എനിക്ക് ജസ്റ്റ് കൊള്ളാം, ഇറ്റ്സ് ഗുഡ്, നല്ല പടമാണ്, ഒട്ടേറെ നല്ല മാസ് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. പക്ഷെ അതിന് ശരിക്കുള്ള പവർ എന്താണെന്ന് ഇന്ന് തിയേറ്ററിൽ പോലും എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് എനിക്ക് അത് മനസ്സിലായത്. ഈ പടത്തിൻ്റെ ഒരു ശക്തി എന്താണ്. ഇതിൽ ലാലേട്ടൻ്റെ ആ ഒരു പഞ്ച് ഡയലോഗ്സും, അതുപോലെ എൻട്രിയും, അതുപോലെ സവാരിഗിരിഗിരി എന്നുള്ള ഡയലോഗടി, ഇതൊക്കെ ചുമ്മാ ഫയർ എന്ന് പറയാം. ഇത് തിയേറ്ററിൽ വീണ്ടും കണ്ടപ്പോൾ കിട്ടിയൊരു ഇമ്പാക്റ്റ് എന്നുണ്ടല്ലോ, അങ്ങേറ്റ പീക്ക് ലെവൽ ഓളം എന്ന് പറയാം. അമ്മാതിരി ഒരു ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഈ സത്യം പറഞ്ഞ സിനിമയുടെ തുടക്കം തൊട്ട് ഈ സിനിമയുടെ തുടക്കം തൊട്ട്, പിന്നെ ലാലേട്ടൻ്റെ എൻട്രി തൊട്ട്, പിന്നെ തകിലിപ്പുക്കിരുന്ന പാട്ടും തൊട്ട്, പിന്നെ അങ്ങ് ഫുള്ളങ്ങ് ഫയറായിട്ട് കൊണ്ടുപോയിരിക്കുക. പിന്നെ ഓരോ ക്യാരക്ടേഴ്സിനെ ഈ സിനിമയിൽ കാണിക്കുമ്പോഴും വളരെ നല്ലൊരു നല്ലൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്ന് പറയാം. കുറേ വർഷങ്ങൾക്ക് ശേഷം അവരെ സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞത് ഒരു ഒരു മൊത്തത്തിലൊരു വിഷ്വലി നല്ലൊരു ഇമ്പാക്റ്റ് തന്നെന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം. എനിക്കത് ഭയങ്കര സത്യം പറഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിരുന്നു. ഞാൻ ഇപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ച പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അവരെ ഒന്നുകൂടി സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞത് നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് തരുന്ന രീതിയിലാണ്. അതാണ് പ്രത്യേകിച്ച് ഇതിൽ ഇന്നസെൻസ് സാറിനെ കാണിക്കുമ്പോഴും പുള്ളിയുടെ ചില സമയത്ത് ഡയലോഗ് ഉണ്ടല്ലോ, ചില സീനൊക്കെ ഭയങ്കര ഒരു കോമഡി ആയിട്ടൊന്നും പറയാൻ കഴിയും. കാരണം ഒരു ആ ടൈമിങ്, പെർഫെക്റ്റ് ടൈമിങ്ങിലൊരു ഡയലോഗ് പുള്ളി ലാലേട്ടൻ്റെ മംഗലശ്ശേരി നീലകണ്ഠനും മംഗലശ്ശേരി കാർത്തിക് എന്ന ക്യാരക്ടർ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ തകർത്താറ് പറയാനാണെങ്കിൽ ഈ ഇന്നസെൻ്റ് സാറിൻ്റെ അഭിനയമാണ്. ഒപ്പത്തിന് കട്ടയ്ക്ക് നിന്ന്, കൂടാതെ മുണ്ടക്കശേഖർ എന്ന എപ്പിക് വില്ലൻ ക്യാരക്ടറായിട്ട് ചെയ്ത നമ്മുടെ നെപ്പോളിയൻ സാറും, പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചുള്ള ഒട്ടേറെ താരങ്ങൾ, അതായത് ജഗദീഷ് സാറും മനോജ് കെ ജയനും, പിന്നെ വിജയരാഘവൻ, സായികുമാർ, അങ്ങനെ ഒട്ടേറെ ഒരുപാട് വമ്പൻ ക്യാസ്റ്റുകളുള്ള സിനിമയാണിത്. പിന്നെ ഈ സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചിരുന്ന എന്തായാലും പേര് വസുന്ധര ദാസ്, അതാണ് പേര് തോന്നുന്നു. ഞാൻ ഈ അടുത്തങ്ങാണ്ട്
രാവണപ്രഭുവിൻ്റെ റിലീസിൻ്റെ ഇടയിൽ ഇവരുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ താഴെ ആയിരുന്നു ഈ പറഞ്ഞ നടിയുടെ പേര് എനിക്ക് മനസ്സിലായത്. എന്തായാലും ഓവറോൾ ഇത് മൊത്തത്തിൽ എങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ചോട്ടാ മുംബൈക്ക് ശേഷം തിയേറ്ററിൽ കിട്ടിയ മറ്റൊരു ലെവൽ എക്സ്പീരിയൻസ് എനിക്കിത് പറയാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം ഒരു പീക്ക് ലെവൽ എക്സ്പീരിയൻസ്. ഞാൻ ഈ ടി വിയിൽ കണ്ട രാവണപ്രഭു അല്ല, ഈ സത്യം പറഞ്ഞ ഈ സിനിമയിലുണ്ടല്ലോ, ടി വിയിൽ കണ്ടതിനേക്കാളും കുറേ വ്യത്യാസമുണ്ട് തിയേറ്ററിൽ കാണുമ്പോൾ. കാരണം ഇതിൻ്റെ സൗണ്ട് എഡിറ്റിംഗ് വർക്കും മ്യൂസിക് വർക്കും ഒരുപോലെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ചില സീൻസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് അത്ര കുറയ്ക്കേണ്ടെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു. കാരണം ആ കട്ട് ചെയ്ത സീൻ ചിലതൊക്കെ തിയേറ്ററിൽ നല്ലൊരു ഇമ്പാക്റ്റൊക്കെ കിട്ടേണ്ട സീനായിരുന്നു. അത് ട്രിം ചെയ്യേണ്ടായിരുന്നായിരുന്നു പേഴ്സണലി എനിക്ക് തോന്നിയത് അഭിപ്രായം. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു പൊളിയാനെന്ന് പറയാം. പ്രത്യേകിച്ച് ഇന്നസെൻസ് സാറിൻ്റെ എൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്. അതേതാന്ന് നിങ്ങൾക്ക് ഈ സത്യം പറഞ്ഞ ഈ സിനിമ നിങ്ങൾ ഇത് നിങ്ങൾ ഉറപ്പായിട്ട് നല്ലൊരു വൈബും നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് അറിയാൻ കഴിഞ്ഞാൽ നല്ല കിഡിലും ആംബിയൻസ് ഉള്ള നല്ല കിഡിലും മൂഡോടെ നല്ലുള്ള തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് ഞാൻ പറയത്തുള്ളൂ. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം ഈ സിനിമയിലുള്ള ആക്ഷൻ സീൻസും അതുപോലെ മ്യൂസിക് വർക്കും നമ്മൾ ഈ ടി വിയിൽ കണ്ടിട്ടുള്ള രാവണപ്രഭു അല്ല, തിയേറ്ററിൽ കാണുന്ന സിനിമ കുറേ കൂടി വ്യത്യാസമുണ്ട്. 4K റീമാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ അടുത്ത് എങ്ങാണ്ട് മമ്മൂക്കയുടെ സാമ്രാജ്യം എന്ന സിനിമയുടെ ഒരു ടീസറാണ്, 4K ടീസറാണ്. പക്ഷെ അത് 4K ഒരു ക്വാളിറ്റി പോലും അതിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് ആ സിനിമയുടെ റിലീസിനെ പറ്റി പിന്നെ ഒരു വിവരമില്ല. ഡ്രോപ്പ് ചെയ്തെന്നൊക്കെയാണ് കേട്ടത്. പക്ഷെ ക്വാളിറ്റി എന്തൊക്കെ പറഞ്ഞാലും ക്വാളിറ്റി ലെവൽ എടുക്കുകയാണെങ്കിൽ ഇതാണ്, ദിസ് ഈസ് ഹൗ ടു ബി ടേക്കൺ ലൈക്ക്. എന്താ പറയുക, ഇതും ചോട്ടാ മുംബൈക്ക് എടുത്ത രീതിയും, ചോട്ടാ മുംബൈയിൽ മ്യൂസിക് വർക്ക് കൊണ്ട് കുറേ മാറ്റം എഡിറ്റ് ചെയ്തു നല്ലൊരു വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ മ്യൂസിക് വർക്ക് മാത്രമല്ല ആക്ഷൻ സീൻസൊക്കെ ഉണ്ട്. നമ്മൾ ടി വിയിൽ കാണുന്ന ഒരുമാതിരി ഈ പഴയ സിനിമയിൽ കേൾക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു പഴഞ്ചൻ സ്റ്റൈൽ ആക്ഷൻ മ്യൂസിക് BGMs അല്ല കേൾക്കുന്നത്. ഇതിൽ ഒരു നല്ലൊരു ബാസ് സൗണ്ടിൽ കേൾക്കുന്ന മാതിരി നല്ല കിഡിലൻ സൗണ്ട് മിക്സിംഗ് ആണ് ഇതിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്തവണ ഈ എഡിറ്റ് ചെയ്ത് വെച്ചേക്കണം. അത് പെർഫെക്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ സിനിമയിലെ ആക്ഷൻ സീൻസും അതുപോലെ ലാലേട്ടനെ കാണിക്കുന്ന സീനും മ്യൂസിക് വർക്കും എല്ലാം കൂടി ഭയങ്കര ഒരു തിയേറ്റർ പൂരപ്പറമ്പാക്കിയെന്ന് പറയാം. എന്താ പറയുക, മൊത്തത്തിൽ ഈ സിനിമയുടെ അവസാനം എത്തിയപ്പോഴും എല്ലാവരും ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കാണുമല്ലോ, സിനിമ കഴിഞ്ഞിട്ട് പോലും എല്ലാവരും അങ്ങ് അഴിഞ്ഞാടായിരുന്നു തിയേറ്ററിൽ കിടന്ന്. എന്താ പറയുക, എനിക്ക് മൊത്തത്തിലൊരു അന്യായ ലെവൽ പീക്ക് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. അത്രേ പറയാനുള്ളൂ. ഇല്ല മഴയുണ്ടെന്ന് തോന്നുന്നു. അപ്പം അത്രേ ഉള്ളൂ. രാവണപ്രഭു എന്ന സിനിമ നിങ്ങൾ നല്ല കിടിലൻ ആംബിയൻസ് ഉള്ള തിയേറ്ററിൽ പോയി കാണുക. അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരാം. അതുവരെയും